നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മുടേതായ ഒരു ശരികളുണ്ടായിരിക്കും ഇല്ലേ? അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പറഞ്ഞാലൊന്നും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് ആർക്കും മനസ്സിലാകില്ല. അത് നീ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ, അല്ലെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നേ എന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊന്നും അല്ല ശരി എന്ന് പറയും. ഈ നമ്മുടെ അനുഭവം മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും അത് അവർക്ക് മനസ്സിലാകുകയില്ല നമ്മൾ എന്താ പറയുന്നതെന്ന്. നമ്മൾ പരമാവധി വിശദീകരിച്ചാൽ പോലും അവർ പറയും നമ്മൾ ചിലപ്പോൾ കള്ളം പറയണം, അതങ്ങനെയൊന്നുമല്ല, ഞാൻ അറിഞ്ഞതാണ് ശരി എന്ന് പറയും. നമ്മൾ അറിയുന്നതിൽ പകുതി മാത്രമേ സത്യം കാണുകയുള്ളൂ. അപ്പം നമ്മൾ പറയുന്നതല്ല ഞാൻ അറിഞ്ഞതാ ശരി എന്നും പറഞ്ഞിരിക്കുന്നവരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി പോയാൽ മാത്രമേ അവർക്കിതെന്താണ് എന്ന് മനസ്സിലാകുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ശരിയാണോ എന്ന്. നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ എന്നെപ്പോലെയോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയോ ഉള്ളവർക്കൊന്നും പല കാര്യങ്ങളും പലരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി പറഞ്ഞു നോക്കും. അത് കഴിയുമ്പോൾ നമ്മൾ മൗനം പാലിക്കും. അതൊരു അനുഗ്രഹമാണ് ആ മൗനം എന്ന് പറയുന്നത്. കാരണം നമ്മളതേ രക്ഷയുള്ളൂ. നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നല്ല അവർ പറയുന്ന ശരി എന്ന് പറയും. പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, കണ്ട നീ മാറിയൊക്കെ കേട്ട ഞാൻ പറയാം എന്ന് പറയില്ലേ? അതേ അവസ്ഥയാണ്. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കേട്ടോ. പിന്നീട് നമ്മൾ മൗനത്തോടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അവർക്ക് കാലമായിട്ട് തെളിയിച്ചു കൊടുക്കട്ടെ എന്ന് വിശ്വസിക്കുക, അത്രമാത്രം കേട്ടോ.